ഫസ്റ്റ് സോങ് ഏതായിരുന്നു പാടിയത്? ഫസ്റ്റ് സോങ് ഛോട്ടാ മുംബൈ എന്ന മൂവിയിലാണ് പാടിയത്, പൂനില മഴതനയും. പക്ഷെ അത് ഓൺ ദ സ്ക്രീൻ വന്നില്ല, അത് ഷൂട്ട് ചെയ്തില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ മറ്റൊരു കോയിൻസിഡൻസ്, ഞാനിവിടെ ഇരിക്കുമ്പോൾ ആനശേഷിയുടെ ഷാജി സാറിന്റെ മൂവിയിൽ ടൈം എന്ന മൂവിയിലാണ് എന്റെ ശബ്ദം ആദ്യമായിട്ട് ഒരു ഓൺ സ്ക്രീനില് എന്റെ കൊച്ചിനെ പറ്റിയും കേട്ടു, എന്റെ ഏട്ടനെ പറ്റിയും കേട്ടു. നല്ല പാട്ടാ, എനിക്കൊന്ന് പാടിത്തരാമോ? എന്താ നല്ല പാട്ടാ. ഞാൻ ഏട്ടനോട് എപ്പോഴും പറയട്ടെ, ഭയങ്കര നമുക്കൊരു ടച്ചിങ് ആ പാട്ട് അല്ലേ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാനും അമ്മയും കൂടിയിട്ട് സരിതയിൽ പോയിട്ടാണ് മൂവി കണ്ടത്. അപ്പൊ ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര എന്താ പറയാ, ലൈഫ് ടൈമിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. എന്റെ ശബ്ദം ഒരിക്കലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ്. എന്റെ ഏട്ടൻ നിമിത്തായി. തീർച്ചയായിട്ടും. എന്റെ ദേവി നന്നായിരിക്കട്ടെ. എന്റെ ഏട്ടൻ ഇങ്ങനെ എന്താ പറയാ, നിമിത്താവുന്നവരൊക്കെ ഏറ്റവും ഹൈറ്റ്സിലെത്തേ ഉള്ളൂ, അതാണ് ഗ്യാരണ്ടി. ഓ, ഒന്ന് പാടിത്തരോ പാട്ട്? ഒരു രാപ്പു പുല്ലു പായിൽ നീ വരതങ്ക തമ്പുരു വരൂ, ശിവഗംഗാ തീർത്ഥം തേടുവാ, ഒരു പാവം വൈകയായി ഞാൻ പ്രണയത്തിൻ ചന്ദനം തരാം, തിരുനെറ്റി കണ്ണേ കൺമണി. ആ ഇച്ചിരി മഴനൂലുകളിൽ മുല്ലമൊട്ടുമണികൾ മനസ്സോടൊരു മന്ത്രം മൊഴിഞ്ഞു, നിന്നെ ഞാൻ അറിയും പോലെ, നിന്നിൽ ഞാൻ അലിയും പോലെ, കുറുനീളം പൂക്കൾ പറന്നു. ഇതിന്റെ റെക്കോർഡിംഗ് ഞാനിപ്പോഴും ഇങ്ങനെ ഓർക്കുന്നു. രാഹുൽ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറെ പോലെയാണ്. ഞാനും രാഹുലും കൂടി ഇതിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് ഉടനെ ഞങ്ങള് വള്ളിക്കാവിൽ അമ്മയെ കാണാൻ പോയി. അപ്പം അമ്മയുടെ അടുത്ത് ചെന്നപ്പോ, മോനെ ഷാജിമോൻ വന്നിരുന്നു, നിന്റെ പാട്ടൊക്കെ അടിപൊളിയായെന്ന് ഷാജിമോൻ പറഞ്ഞു എന്ന് അമ്മ രാഹുലിനോട് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. അപ്പൊ രാഹുലിന് ഷാജി സാറിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഏറ്റവും ശരിക്കും വിശേഷമൊക്കെ ഉണ്ടെങ്കിലും അമ്മയോട് ആദ്യം പറയും, എല്ലാം ചെയ്യും. കാര്യം എന്താ പറയാ, വർഷങ്ങളായിട്ടുള്ളൊരു അമ്മ മകൻ ബന്ധമാണ് അമ്മയായിട്ടുള്ളത്. ശരിക്കും സംഗീത, അന്ന് നമ്മള് ഫിലിമിൽ ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ, എനിക്കിപ്പോ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഫിലിമിനകത്ത് കേൾക്കുമ്പോ ഉണ്ടല്ലോ, ആ സ്വീറ്റ്നെസ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരു ബേസ് ടോണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ റെക്കോർഡിങ്ങിന് പാടിയത്. പക്ഷെ അത് ആ സ്ക്രീനിൽ കേൾക്കാനില്ലേ ഒരു വെറൈറ്റി സൗണ്ട് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഞാൻ ഏട്ടനോട് പറയും ചെയ്ത, ഏട്ടാ ഈ ഒരു വോയിസ് ഭയങ്കര രസമുണ്ട്. ഇപ്പൊ കുറച്ച് ജലദോഷവും കൂടി ഉള്ളതുകൊണ്ട് ആ ടോൺ വരുന്നില്ല. ഇതൊന്നും പറയാൻ ഞാനൊന്നും അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് പാട്ട് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. വേറൊരു നിമിത്തവും കൂടി ഞാൻ പറയാം. ഇത് ഞാൻ ശരിക്കൊരു ഡെമോ, ഒരു എന്താ പറയാ, ട്രാക്ക് പാടിയ പോലെ പാടിയതാണ്. പിന്നെ 2-3 വേറെ വലിയ സിംഗേഴ്സ് ഒക്കെ പാടി ഇതിനു ശേഷമാണ് ഇത് അവസാന നിമിഷം, അവസാന റൗണ്ടില് മ്യൂസിക് ഡയറക്ടർ രാഹുലേട്ടനും ഷാജി സാറും നേരത്തെ ആദ്യം പാടിയ കുട്ടിയുടെ വോയിസ് തന്നെ മതി എന്ന് ട്രാക്ക് പാടുകയാണ് എന്ന് സംഗീതയോട് പറഞ്ഞിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ രാഹുൽ അന്ന് ഗിരീഷേട്ടന്റെ കൂട്ടത്തില് ലൊക്കേഷനിലേക്ക് ട്രാവൽ ചെയ്ത കഥയൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് രാഹുൽ വന്നിട്ട് പാട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. വേറെ വോയിസ് ഞാൻ ട്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. then 2-3 പേരുടെ വോയിസ് അപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. ഇന്നയാളെ കൊണ്ട് പാടിച്ചു, ഇന്നയാളെ കൊണ്ട് പാടിച്ചു, ഇന്നയാളെ കൊണ്ട് പാടിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മള് മാനസികമായി നമ്മൾ സെറ്റ് ആയി, നമ്മളില്ല. ബട്ട് ലാസ്റ്റ് രാഹുൽ പറഞ്ഞു ഫൈനൽ മിക്സിംഗ് നടന്നു. അപ്പൊ ഫിലിം ഇറങ്ങണേന്റെ ഒരു 1-2 ദിവസം മുമ്പാണ് ഈ ഒരു സർപ്രൈസ്. ശരിക്കും എന്താ പറയാ, ഗോൾഡൻ ബട്ടൺ പ്രസ് ചെയ്ത മാതിരി. അപ്പൊ ആ ജേർണി ഒക്കെ ഞാനിപ്പോ ഓർക്കുന്നു. എന്റെ ദേവി, അല്ല എന്റെ ഏട്ടനൊരു നിമിത്തമെങ്കിൽ ഈശ്വരൻ ധാരാളം അനുഗ്രഹിക്കട്ടെ, അതേ ഞാനും പ്രാർത്ഥിക്കുള്ളൂ. സത്യം. ഇനി എന്റെ ഏട്ടന്റെ ഫിലിം പോയിട്ട് പിന്നെ ഏതൊക്കെ ഫിലിമില് പാടിയിട്ടുണ്ട്? പിന്നെ ചട്ടക്കാരി, എം ജയചന്ദ്രൻ സാറിന്റെ 2-3 ഫിലിംസ് പാടി. അതിൽ ചട്ടക്കാരി എന്ന മൂവിയിലെ ഓ മൈ ജൂലി എന്നുള്ള പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ബിജിപാൽ സാറിന്റെ, ബിജയേട്ടന്റെ കുറെ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടായാലും മഹേഷിന്റെ പ്രതികാരം എന്നുള്ള സിനിമയിലെ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഒരു മുറൈ വന്ന് പാർത്ത എന്ന ഫിലിമില് വിനു തോമസിന്റെ മ്യൂസിക് ഡയറക്ഷനില് അരികിൽ പതിയെ എന്നുള്ള പാട്ട് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. രാഹുൽ രാജിന്റെ ഒരു തെലുങ്ക് സിനിമയിൽ പാടിയിട്ടില്ലേ? അതെ. അപ്പൊ തെലുങ്കൊക്കെ നമുക്ക് നല്ല വർഷമുണ്ടോ? ഇല്ല, ഡിക്ഷനിൽ ശ്രദ്ധിക്കും അങ്ങനെ. പിന്നെ ഓവറോൾ ആ ഒരു പാട്ടിന്റെ മൂഡ് എന്താണ്, എന്താണ് അത് കൺവേ ചെയ്യണേ എന്നുള്ളത് മൂഡ് നമുക്ക് പറഞ്ഞുതരും. പിന്നെ ഡിക്ഷനിൽ വളരെയധികം ഓരോ വേർഡ്സും ശ്രദ്ധിച്ചാണ് പാടാറ്. ഇപ്പൊ ഈ അടുത്ത്
അദ്ദേഹത്തിന്റെ പടത്തിലൊന്നും എന്റെ സിനിമയിൽ പാടി ഒന്ന് പറയണ്ടേ? എബിയില് നല്ലൊരു പാട്ട് ആ, ശരിക്കും അതെച്ചു തന്നെ പറയാം. എബിയുടെ ഞങ്ങളൊക്കെ ഇനി ആംഗ്യഭാഷയൊക്കെ ചോദിച്ചു അല്ല ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ. എബിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് എബി സിനിമ ഇറങ്ങിയ സമയത്താണ് ആദ്യത്തെ ആനീസ് കിച്ചണിൽ സംഗീതയും സൗമ്യയും കൂടി വരുന്നത്. വന്നത്. ആ പാട്ടൊന്ന് പാടിയേ. ഓ നോക്കട്ടെ, എന്റെ ഏട്ടനാണ് ഇത് നല്ലത്. പാറി പറക്കൂ കിളി ഇരുചിറകറിയാതെ മലനിരകളിൽ മുകിലലകൾ ഡയറക്ടർ അടുത്തിരിപ്പുണ്ട്. മലനിരകളിൽ മുകിലലകളിൽ ചേക്കേറുവാൻ ചേക്കേറുവാൻ അതിരലിയുകയായി മിഴിവിടരുകേ മിഴിവിടരുകയായി ആകാശമേ ആകാശമേ അമ്മയെ പോലെ കൊറേ നാളായി ഈ പാട്ട് നെറുകയിൽ പാടിയിട്ട്. മുകരു. ഏ പാറി പറക്കൂ കിളി. ആദ്യം കമ്പോസ് ചെയ്യുന്ന പാട്ടാണ്. ഓക്കെ, ഭയങ്കര രസമുണ്ട് കേട്ടോ. ആദ്യം കമ്പോസ് ചെയ്യുന്ന പാട്ടാണ്. ബിജി ആദ്യം ചെയ്യുന്ന ട്യൂൺ തന്നെ നമ്മൾ ലോക്ക് ചെയ്യുന്നു. റഫീഖ് അഹമ്മദ് വളരെ ചെറിയൊരു ബ്രീഫ് അദ്ദേഹത്തെ കൊടുക്കുന്നു. അദ്ദേഹം നമ്മൾ അവിടുന്ന് വണ്ടി കയറി കുന്നംകുളത്ത് വീട്ടിൽ പോയിട്ടാണ് പറയണത്. ഞങ്ങൾ വണ്ടി കയറി തിരിച്ചവിടെ എത്തി. അന്ന് വൈകിട്ട് തന്നെ നമുക്ക് ലിറിക്സ് കിട്ടുന്നു. അങ്ങനെ ആദ്യത്തെ സിനിമയിൽ എല്ലാവരുടെയും വലിയ സ്വപ്നമല്ലേ. എത്രയോ നാള് സംവിധാന സഹായിയാക്കിയിട്ട് പണിയെടുത്തിട്ട് 2006 ഞാൻ പ്രിയൻ സാറിന്റെ അടുത്ത് പോകുന്നിരുന്നു. 2016 എനിക്ക് 10 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും കഥ പറഞ്ഞു. പക്ഷെ വിനീത് ശ്രീനിവാസനാണ് നമുക്ക് ഡേറ്റ് തന്നത്. അപ്പൊ ഒത്തിരി യാത്രയാണ്. അപ്പൊ എനിക്ക് ഈ പാട്ട് എല്ലാ കാലത്തും ഇനിയിപ്പോ എത്ര സിനിമ ചെയ്താലും എന്തെല്ലാം രീതിയിൽ സിനിമയിൽ ഞാൻ ഉണ്ടായാലും എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ആദ്യത്തെ കുഞ്ഞെന്ന് പറയുമ്പം എത്രയായാലും നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. Annie's Kitchen. Let's cook with love.